അസൂയുണ്ടായവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇത് വ്യക്തമായി തന്നെ അല്ലാഹു പറഞ്ഞതാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്, നിങ്ങളുടെ നമസ്കാരങ്ങൾ അസൂയകൾ തിന്നുകളയുമെന്ന് വ്യക്തമായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ദിവസങ്ങളാവണം. ഇസ്തിഗ്ഫാർ വർദ്ധിക്കലൂടെ നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. നമ്മുടെ ഇസ്തിഗ്ഫാർ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ധാരാളം പറയാൻ വേണ്ടി ശ്രമിക്കണം. പ്രവാചക ചരിത്രം ഒന്ന് എടുത്തു നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എന്നല്ല, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പോലും ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് തേടിയിരുന്നു. അതായത് അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കണം സുഹൃത്തെ. നാം എത്രമാത്രം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. നാം 100 അല്ല, 1000 അല്ല, 10,000 അല്ല, ഒത്തിരി പറഞ്ഞാലും ഒരിക്കലും അത് വരികയില്ല. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നൽ വരുന്നുണ്ടെങ്കിൽ, നാം തെറ്റ് ചെയ്യുന്നില്ല എന്ന ചിന്താഗതി മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് മാറ്റിവെച്ചോ. ഇന്ന് മാറ്റിവെച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നാം തയ്യാറാവണം. ഞാൻ ഒരു തെറ്റല്ല, ഞാൻ ചെയ്യുന്നത് തെറ്റല്ല, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ മാറ്റി നിർത്തണം. മുഅ്മിനെ, നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവനാണ്, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇനിയുള്ള ദിവസങ്ങൾ അതിന് വേണ്ടിയുള്ളതാണ്. 29ാമത്തെ രാത്രി അത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാത്രിയാണ്. അന്ന് നമുക്ക് നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ മനസ്സിലുള്ള രോഗങ്ങളെല്ലാം ശിഫയാക്കാൻ വേണ്ടി നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇസ്തിഗ്ഫാർ ധാരാളം അധികരിപ്പിച്ചുകൊണ്ട് മനസ്സിന്റെ രോഗങ്ങൾ നാം പൂർണ്ണമായും നാം കളയണം. അങ്ങനെ രോഗങ്ങൾ കളഞ്ഞാൽ നാം ചെയ്യുന്ന ചെറിയൊരു കാര്യം പോലും നമുക്ക് ആരാധനയാക്കി മാറ്റാൻ സാധിക്കും. നാം ഇവിടെ ഇരിക്കുമ്പോൾ ഇഅ്തികാഫിന്റെ നിയത്തോടെ ഇരിക്കുകയാണെങ്കിൽ, ഇഅ്തികാഫിന്റെ നിയത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദർഭം നിങ്ങൾക്ക് ഒരു ആരാധനയെ വിഭാഗത്താക്കി മാറ്റാൻ സാധിക്കുന്നു. അതായത് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ ഇത് പറയുന്ന അവസരത്തിൽ വളരെ ആത്മാർത്ഥതയോടെ എനിക്കിത് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റിയാ കൂടാതെ എനിക്ക് നിങ്ങളോട് ഇത് വളരെ ആത്മാർത്ഥമായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം എനിക്ക് ഒരു ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുന്നു. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യത്തിനും അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുന്നു എന്നതുപോലെ രാവിലെ എനിക്ക് തന്റെ ജോലിയിലേക്ക് കടന്നു പോകുന്ന ഒരു ഗൃഹനാഥൻ അവൻ ജോലിയിലേക്ക് കടന്നു പോകുമ്പോ എന്റെ മാതാപിതാക്കളെയും എന്റെ മക്കളെയും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള വളരെ അർപ്പണബോധത്തോടെ അവൻ ജോലിയിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ, മനസ്സിൽ അങ്ങനെ ഒരു നിയത്തോടെ അവൻ ജോലിയിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ, മാത്രമല്ല ജോലി അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് അവനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന മുഴുവൻ ജോലിയും അവനിക്ക് ആരാധനയാക്കി മാറ്റാൻ സാധിക്കുന്നു, ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുന്നു. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന മുഴുവൻ ജോലിക്കും അവനിക്ക് ഓരോ സെക്കൻഡിനും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോ സെക്കൻഡുകളും നാം ഉപയോഗപ്പെടുത്തണം, ഓരോ സമയവും നാം ഉപയോഗപ്പെടുത്തണം. അവസാനമായി ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാനിൽ പെടണം. അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാനിൽ പെടണം. ആരാണ് ഇബാദുർ റഹ്മാൻ? ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അവരെപ്പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. അവരെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ ഭൂമിയിൽ വളരെ താഴ്മയോടെ നടക്കുന്നവരാണ്, വളരെ താഴ്മയോടെ നടക്കുന്നവരാണ്. എന്ത് പദവി ലഭിച്ചാലും, എത്ര പത്രാസ് ലഭിച്ചാലും, എത്ര പണം ലഭിച്ചാലും അവർക്കൊരു കൂസലില്ല. എന്താണ് എന്റെ താഴ്മ? അള്ളാഹുവിനെ കാണാൻ വേണ്ടി മാത്രം, എല്ലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി മാത്രമാവണം, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒന്നുമില്ലാത്തൊരു ജീവിതം. അങ്ങനെ നാം നയിക്കണം. മാത്രമല്ല അവരുടെ അടുക്കൽ വല്ല വിഡ്ഢികളും വന്നാൽ, വല്ല വിഡ്ഢികളോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർ വരുമ്പോ, വെറുതെ വാദിക്കാൻ വരുമ്പോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുമ്പോ ഖാലൂ സലാമ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കടന്നു പോകും. നമുക്കറിയാം ധാരാളം വ്യക്തികൾ അങ്ങനെയുണ്ട്, നമ്മളോട് കടന്നു വരുന്നവരുണ്ട്. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാത്രം, അനാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ അസ്സലാമു അലൈക്കും, എനിക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞ് കടന്നു പോകാനുള്ള ഒരു മനസ്സ് നാം ഈ റമദാൻ മാസത്തിൽ ഉണ്ടാക്കണം. അങ്ങനെ ഒന്നുണ്ടാക്കിയാൽ ഈ റമദാൻ കഴിയുമ്പോഴും
നമുക്കത് നമ്മുടെ ഭാഗത്തായി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്തായി മാറ്റാൻ സാധിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ ജാമിഅത്തിനാ അല്ലാഹ് ആമീൻ. കേട്ടത് പരിശുദ്ധമായ സ്വീകരിക്കണം. ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. എല്ലാ തെറ്റുകൾക്കും മാപ്പാക്കി തന്നെ. നിന്റെ സ്വർഗത്തിനെ ചോദിക്കുന്നു അല്ലാഹ്. ചോദിക്കാനുള്ള ഇത് നമുക്കില്ല അല്ലാഹ്. അതിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല അല്ലാഹ്. പക്ഷെ നീ റഹ്മാനല്ല അല്ലാഹ്, നീ റഹീമല്ല അല്ലാഹ്. നിന്റെ സ്വർഗത്തെ ചോദിക്കുന്നു അല്ലാഹ്. നീ സ്വർഗം തരണേ തമ്പുരാനെ, സ്വർഗം തരണേ തമ്പുരാനെ. നരകത്തെ തൊട്ടുള്ള കാവ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد